ഫ്രണ്ട്സ്, എം ക്രാഫ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോസ് ഫ്ലവർ ആണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് റോസ് ഫ്ലവർ ചെയ്യുന്നതെന്ന് നോക്കാം. റോസ് ഫ്ലവർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു അക്രിലിക് യാൺ എടുത്തിട്ടുണ്ട്. ഏത് യാൺ വേണമെങ്കിലും എടുക്കാം, അതുപോലെ തന്നെ ഏത് ഹുക്ക് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ചെറിയ ഹുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫ്ലവർ ചെറുതാകും, വലുതാണെങ്കിൽ വലുതാവും. അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് യാൺ വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു നീഡിൽ വേണം ലാസ്റ്റ് തയ്ക്കാനായിട്ട്, പിന്നെ ഒരു സിസറും വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ ഇടുവാണ്. അപ്പം നമുക്ക് ഏത് സൈസിലുള്ള ഫ്ലവർ ആണോ വേണ്ടത് അത്രയും ചെയിനാണ് ഇടേണ്ടത്. അതായത് നമുക്ക് സ്മോളും മീഡിയവും ലാർജും ചെയ്യാൻ പറ്റും. അപ്പം സ്മോൾ ആണെങ്കിൽ 31 ചെയിൻ ഇടാം. അതുപോലെ തന്നെ മീഡിയം ആണെങ്കിൽ 61, ലാർജ് ആണെങ്കിൽ 91. അങ്ങനെ അത്രയും ചെയിൻ നമുക്കിടാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മീഡിയമാണ്. അപ്പം നമുക്ക് 61 ചെയിൻ ഇടാം. അപ്പം ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഇടുന്നതെന്ന് അറിയാമല്ലോ. ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവർ അത് പോയി കാണണം. yarn over ചെയ്തിട്ട് നമ്മുടെ ഇതിലേക്ക് ഇറക്കുക. അങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 1, 2, 3 എണ്ണം ഇട്ടു. അങ്ങനെ നമുക്ക് 4, 5, 6, 7 ഇങ്ങനെ നമുക്ക് 61 എണ്ണം ഇവിടെ ഇടാം. ഇപ്പം ഞാൻ 61 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ദാ ഇത്രയും വരും. 61 ചെയിൻ സ്റ്റിച്ച് വരെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 5 ചെയിനും കൂടി എക്സ്ട്രാ ഇടണം. 1, 2, 3, 4, 5. 61 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 ചെയിനും കൂടി ഇടണം. ഇപ്പം നമ്മൾ 5 ചെയിൻ ഇട്ടു. ഇനി നമ്മുടെ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പം നമ്മളിട്ട് ഈ 5 ചെയിനില്ലേ, ഈ 5 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 6ാമത്തെ ചെയിനിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതായത് 1, 2, 3, 4, 5, 6 ഇതാണ് നമ്മുടെ 6ാമത്തെ ചെയിൻ. അപ്പം നമ്മൾ ഈ 6ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യാണ് ആദ്യത്തെ റൗണ്ടിൽ ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ yarn ഓവർ എന്നിട്ട് നമ്മുടെ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് ഹുക്കിൽ നിന്ന് 6ാമത്തെ ചെയിൻ സ്റ്റിച്ചിലാണ്. എന്നിട്ട് yarn ഓവർ ചെയ്ത് അതിലേക്ക് ഇറക്കുക. അപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. 1, 2, 3 ലൂപ്പ് ഉണ്ടാകും. ഡബിൾ ക്രോഷ്യ ആകുമ്പോൾ ആദ്യം yarn ഓവർ ചെയ്ത് 2 ലൂപ്പിലേക്ക് ഇറക്കുക. പിന്നെ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. ഒന്നുകൂടെ yarn ഓവർ ചെയ്ത് ആ 2 ലൂപ്പിലേക്ക് ഇറക്കുക. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അടുത്ത വരുന്ന 2 സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് 3ാമത്തെ സ്റ്റിച്ച് ഇതാണ്. 3ാമത്തെ സ്റ്റിച്ചിലാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പം 3ാമത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പം yarn ഓവർ എന്നിട്ട് 1, 2 ഇത് 2 സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ഇതാണ് 3ാമത്തെ സ്റ്റിച്ച്. അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, എടുക്കുക. 2 എണ്ണത്തിൽ yarn ഓവർ ചെയ്യുക. പിന്നെ അപ്പം നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ചെയിൻ 3 ചെയിൻ ഇട്ടു. ഇനി ഇപ്പം നമ്മൾ ചെയ്ത ആ സെയിം ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കൊരു വി സ്റ്റിച്ച് കിട്ടും. ഇതാണ് നമ്മുടെ വി സ്റ്റിച്ച്. അടുത്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് 3ാമത്തെ ചെയിനിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതാണ് നമ്മുടെ 3ാമത്തെ ചെയിന്. 3ാമത്തെ ചെയിനിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ചെയിൻ 3 ഇടുക. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിൽ കൂടി ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വി സ്റ്റിച്ച് കിട്ടും. അങ്ങനെ ഈ റോ ഫുള്ളും ഇവിടെ വരെയും നമ്മൾ അങ്ങനെ ചെയ്യണം. 2 എണ്ണം സ്കിപ്പ് ചെയ്യുക, 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ചെയിൻ 3 ചെയ്യുക, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് ചെയ്ത് ഇവിടെ സ്ലിപ്പ് നോട്ടിൻ്റെ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2ാമത്തെ റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, മൊത്തം ഇങ്ങനെ കിട്ടും. 2ാമത്തെ റോയിൽ ചെയ്യുന്നത് ആദ്യം ചെയിൻ 3 ഇടുക, 3. എന്നിട്ട് ഇത് തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിനുള്ളിലേക്ക്, ഈ വി സ്റ്റിച്ചിനുള്ളിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യും. 1, 2, 3, 4, 5. ഇപ്പം നമ്മൾ 5 എണ്ണം ചെയ്തു. അപ്പം ഈ ചെയിൻ 3 കൂടെ കൂട്ടി 6 എണ്ണം, മൊത്തം 6 എണ്ണം. അപ്പം ഇനി ഈ കാണുന്ന സ്പേസ് ഉണ്ട്. ഈ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഈ വി സ്റ്റിച്ചിനുള്ളിലേക്ക് നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യും. 1,
2 3 4 5 6. അപ്പം 6 ചെയ്യും. അപ്പം നമുക്ക് ദാ ഇങ്ങനെ വരും. അപ്പം നമുക്കിവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണം. ഓക്കെ, സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത വി സ്റ്റിച്ചിൽ നമ്മൾ ഈ 8 ഡബിൾ ക്രോഷേ ആണ് ചെയ്യാൻ പോകുന്നത്. 1 2 3 4 5 6 7 8. ഇപ്പോൾ 8 എണ്ണം ചെയ്തു. 8 എണ്ണം ചെയ്തു. ഇനിയിപ്പോൾ ഉള്ളത് അടുത്ത സ്പേസ് അല്ലേ, അപ്പോൾ ആ അടുത്ത സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ പറയാം. അതായത് നമ്മൾ ആദ്യം ചെയ്തത് ഒരു ചെയിൻ 3 ഇട്ടു, എന്നിട്ട് തിരിച്ചു, എന്നിട്ട് നമ്മൾ ആദ്യത്തെ വി സ്റ്റിച്ചിനകത്ത് 5 ഡബിൾ ക്രോഷേ ചെയ്തു. അതായത് ചെയിൻ 3 കൂടെ കൂട്ടുമ്പം 6 ഡബിൾ ക്രോഷേ. അപ്പം നമ്മൾ ആദ്യത്തെ വി സ്റ്റിച്ചിനകത്ത് 6 ഡബിൾ ക്രോഷേ ചെയ്തു, രണ്ടാമത്തെ വി സ്റ്റിച്ചിനകത്തും 6 ഡബിൾ ക്രോഷേ ചെയ്തു. പിന്നെ മൂന്നാമത്തെ വി സ്റ്റിച്ചിനകത്ത് നമ്മൾ ചെയ്തത് 8 ഡബിൾ ക്രോഷേ ആണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം, അതായത് ഓരോ വി സ്റ്റിച്ചും കഴിഞ്ഞിട്ടും ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഓരോ വി സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഓരോ സ്പേസ് ഉണ്ട്. ആ സ്പേസിലെല്ലാം നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബാക്കി ഇങ്ങോട്ടുള്ള എല്ലാ വി സ്റ്റിച്ചുകളിലും 8 ഡബിൾ ക്രോഷേ വീതം നമ്മൾ ചെയ്യും. ഈ ലാസ്റ്റിലത്തെ 2 വി സ്റ്റിച്ചിന് മുമ്പ് വരെയുള്ള എല്ലാ വി സ്റ്റിച്ചിലും 8 ഡബിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പം അടുത്ത വി സ്റ്റിച്ചിനകത്ത് എത്ര ചെയ്യേണ്ടത്? 8 എണ്ണം. 8 എണ്ണം ചെയ്യുക. അടുത്ത വി സ്റ്റിച്ചിനകത്ത് 8 എണ്ണം ചെയ്യുക. ഇതിനകത്തൊരു സിംഗിൾ ക്രോഷേ, ഗ്യാപ്പിനകത്ത് സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത വി സ്റ്റിച്ചിനകത്ത് 8. അങ്ങനെ ലാസ്റ്റിലത്തെ 2 എണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതിനകത്ത് എല്ലാം 8ഉം ലാസ്റ്റിലത്തെ 2 എണ്ണത്തിനകത്ത് 10ഉം ചെയ്യുക. ഓക്കെ, ഞാനത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്. അതായത് ഇതാ ഇവിടെ വരെ. ഇനിയിപ്പം നമുക്ക് 2 എണ്ണം കൂടിയുണ്ട്. 2 വി സ്റ്റിച്ചും കൂടി ഉള്ളു ചെയ്യാൻ. ബാക്കിയുള്ള ഈ ഗ്യാപ്പിനകത്തൊരു സിംഗിൾ ക്രോഷേ, പിന്നെ ഇവിടെ ഒരു 10 ഡബിൾ ക്രോഷേ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാം. ഏറ്റവും ലാസ്റ്റത്തെ വി സ്റ്റിച്ചിൽ നമ്മൾ 10 എണ്ണം ചെയ്തിട്ടുണ്ട്. 10 ഡബിൾ ക്രോഷേ ചെയ്തു. എന്നിട്ടൊന്ന് ഒരു ചെയിൻ ഇട്ടിട്ട് ഇതങ്ങ് ഒരു 8 ഇഞ്ചൊക്കെ ഇവിട്ടിട്ട് കട്ട് ചെയ്യുക. കാരണം നമുക്കതൊന്ന് തയ്ച്ച് വെക്കാറുണ്ട് ലാസ്റ്റ്. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക. ഓക്കെ, ഒന്ന് മുറിച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ദാ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ആദ്യത്തെ 6 ഡബിൾ ക്രോഷേ ഇട്ട സ്ഥലമില്ലേ, ആദ്യത്തെ 6 ഡബിൾ ക്രോഷേ ഇട്ട 2 എണ്ണം, ആദ്യത്തെ 6 ഡബിൾ ക്രോഷയുടെ 2, ബാക്കിയുള്ള മൊത്തം വി സ്റ്റിച്ചിൽ 8 എണ്ണം, ലാസ്റ്റത്തെ 2 എണ്ണത്തിനകത്ത് 10 എണ്ണം. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പം ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് അതാ ഇങ്ങനെ പിടിച്ചിട്ട്, അതായത് ആദ്യത്തെ 6 എണ്ണം ഇട്ടില്ലേ, അവിടുന്ന് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. അതായത് ഇങ്ങനെ നമ്മളൊന്ന് ടൈറ്റായിട്ട് ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്നാൽ മതി. ഓക്കെ, കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആയി കിട്ടും. അങ്ങനെ ഞാൻ ചുരുട്ടി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ഒത്തിരി ടൈറ്റ് ആക്കണ്ട, അല്ലാതെ ഇങ്ങനെ സൈഡ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോരോ ഇതായിട്ട് വെച്ച് റൗണ്ടിലെടുത്താൽ മതി. ആ ഒരു ഷേപ്പ് പോവാതെ നോക്കിയിട്ട് ഓക്കെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിനും ഒന്ന് തയ്ച്ചു കൊടുക്കുക. അതായത് ആദ്യമേ നമ്മൾ ഇങ്ങനെ ഇട്ട് എല്ലാ ഇതിൽ കൂടി ഇടുക, എന്നിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക. നമുക്ക് അതങ്ങ് അവിടെ ഇരുന്നോളും. ഓക്കെ, ഇനി ഇവിടുന്ന് അതുപോലെ തന്നെ അടുത്ത റൗണ്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഒന്നിങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടെ അതിലേക്ക് വലിക്കുക. നമുക്ക് ഓക്കെ,
അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ 2 എണ്ണം ഉണ്ട്. ഒന്ന് ജസ്റ്റ് കെട്ടിയിട്ട് കൊടുക്കുക. എപ്പോഴും നമ്മളൊരു 3 കെട്ടിട്ടാൽ മതി, അപ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ കിടന്നോട്ട് ഇത് കളയണ്ട. കാരണം നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഹാറ്റിലോ അല്ലെങ്കിൽ ഉടുപ്പിലോ എവിടെയെങ്കിലും ഒക്കെ തയ്ച്ച് വെക്കാനാണെങ്കിൽ ഇത് നല്ലതാണ്. അപ്പം ഇത് വെച്ചിട്ട് അങ്ങ് തയ്ച്ച് വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് വേറൊരു നൂല് വെച്ചിട്ട് ചെയ്താൽ മതി. എല്ലാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പല കളറിൽ ചെയ്യാം. ഞാൻ റെഡ് ചെയ്തിട്ടുണ്ട്. റോസ് ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വേറൊരു ക്രോഷേ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.